കുറച്ച് സീരിയസ് ആണെന്നാ കേട്ടത്. അയ്യോ, അരവിന്ദൻ സാറിന് അറ്റാക്ക് വന്നോ? അതെ മാഡം. എന്നിട്ട് ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? സിറ്റി ഹോസ്പിറ്റലില്. മാഡം പോയി തിരക്കുന്നില്ലേ? മാഡം ഇവിടെ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി മാഡം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്. ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്നൊന്ന് പോയി നോക്കണം മാഡം. എന്റെ ഈശ്വരാ, ഈ വിവരം ഞാൻ എങ്ങനെ വിശാൽ സാറിനെ അറിയിക്കും? കയ്യിൽ ഫോണും ഇല്ലാതായി പോയല്ലോ. സാറിനെ ഉടനെ പോയി കാണുകയും വേണം. എന്തായാലും അരവിന്ദൻ സാറിനെ കാണാം, എന്നിട്ട് വിശാൽ സാറിനെ വിവരം അറിയിക്കാം. ഹലോ മാഡം. പാർവതി തനിച്ച് റോഡിലൂടെ വരുന്നുണ്ട്. ഓക്കെക്കോ? ശരി മാഡം. എന്തായി സാർ, കിട്ടിയോ? അത് ഇവിടെയും കണ്ടില്ല. ഇനി എന്ത് ചെയ്യും സാർ? എന്ത് ചെയ്യാൻ? അമ്മയോട് ചോദിക്കാൻ മാർഗമുള്ളൂ. പോയി അമ്മയെ കാണാം. എങ്കിലും വരണം സാർ, നമുക്ക് പോയി മേഡത്തെ കാണാം. സാർ വണ്ടി എടുത്തോളൂ. കേറ.
പാർവതി എവിടെ? മാഡം ഇവിടെ ഇല്ല സർ. എവിടെ പോയി? നമ്മുടെ സി എ ഹരിവരൻ സാറിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് അറിഞ്ഞിട്ട് മാഡം ആശുപത്രിയിലേക്ക് പോയിരിക്കുക. അരവിന്ദിന് അറ്റാക്കോ? അതെ സർ. എന്നെ ആരും അറിയിച്ചില്ലല്ലോ. എന്നോട് പറയാതെ പാർവതി ഹോസ്പിറ്റലിലേക്ക് പോയോ? ഞാൻ നോക്കട്ടെ. ഇക്ബാലെ. ആ അവൾ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? വിശാൽ പാർവതി വിളിച്ചു നോക്കിയില്ലേ? പാർവതിയുടെ കയ്യിൽ ഫോണില്ല രവിന്ദ. അവളെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാനാ? എത്രയും പെട്ടെന്ന് പാർവതിയെ കണ്ടുപിടിക്കണം. ഇതെന്തോ ചതി തന്നെയാ. വിശാൽ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ നമ്മുടെ ഫാക്ടറിയുടെ മുന്നിലുണ്ട്. എങ്കിൽ അവിടെ തന്നെ നിൽക്ക്, ഞാൻ ഉടനെ വരാം. അരവിന്ദ, എനിക്ക് വല്ലാതെ ടെൻഷൻ ആവുന്നു. ഏയ് ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് പാർവതി കണ്ടുപിടിക്കാം. ഞാൻ ദേ എത്തി. ആ ശരി. ആ പാർവതിയെ പൊക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയ ഗുണ്ടയാ. ഹലോ മേഡം, ആളെ ഞങ്ങൾ പൊക്കി. ഇപ്പോ കക്ഷി ഞങ്ങളുടെ ഗോഡൌണിലുണ്ട്. ഇനി ഞങ്ങൾ എന്താ വേണ്ടേ? അവളെ അവിടെ നിങ്ങളുടെ സേഫ് കസ്റ്റഡി തന്നെ വെച്ചോളൂ. ഒരിക്കലും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടരുത്. എന്താ വേണ്ടതെന്ന് ഞാൻ പിന്നീട് നിങ്ങളെ വിളിച്ചറിയിക്കാം. ഓക്കെ മേഡം. ഓക്കെ. അരവിന്ദ, എല്ലാ സ്റ്റേഷനിലേക്കും ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും പാർവതി ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് വ്യക്തമാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പാർവതിയെ കണ്ടെത്താം. ഈ പരിസരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. പാർവതി എങ്ങോട്ട് പോയെന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല. ടെൻഷനുണ്ട. പാർവതി പോകാൻ സാധ്യതയുള്ള പരമാവധി സ്ഥലങ്ങളിലൊക്കെ വിശാൽ അന്വേഷിക്കുക. ഞാനും എന്റേതായ രീതിയിൽ ഈ ഭാഗങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങൾ ഊർജിതമായിട്ടൊന്ന് തിരയും. ചെയ്യാം സാർ. പാർവതി കണ്ടിട്ടും. ശരി സാർ. ശരി എന്നാ. ഇനി ഈ കരാറിൽ ഒപ്പുവയ്ക്കാം.
200 കോടി രൂപയ്ക്കുള്ള കരാറാണ് ഞങ്ങളിപ്പോൾ ഈ ലേലത്തിൽ എടുത്തിരിക്കുന്നത്. ഈ കരാറിൽ ഞങ്ങളുടെ കമ്പനിയുടെ ചെയർമാനായ പ്രഭാവതി അമ്മ സൈൻ ചെയ്യും. ആ ഇക്ബാൽ പറഞ്ഞു. സർ, മേഡത്തെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. മേഡം മഹാത്മാഗാന്ധി കോളനിയിലെ ഒരു സ്ഥലത്ത് എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണം. ഇക്ബാലെ ഒരു കാര്യം ചെയ്യ, അവിടെ തന്നെ നിൽക്കുക. ഞാനേ ഉടനെ വരാം. ഓക്കെ സർ. ഹലോ മേഡം, ശരി മേഡം. എന്താ ബോസ്? മേഡത്തിൻ്റെ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് അവളെ വിട്ടയക്കാനാ പറയുന്നത്. വിട്ടയക്കണമെങ്കിൽ അവൾ കണ്ണു തുറക്കണ്ടേ? ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയല്ലേ? ബോധം തെളിഞ്ഞാലും ഇവളെ വെറുതെ വിട്ടാൽ അത് ആപത്താണ്. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ബോസ് പറയുന്നത്? കണ്ണു തുറക്കുമ്പോൾ അവളെ എന്തിനാണ് തട്ടിക്കൊണ്ടുവന്നതെന്ന് അവളെ ചോദിക്കും. അപ്പോൾ മറുപടി വേണ്ടേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ചെയിൻ പൊട്ടിച്ചെടുക്കാം. ആ, അത് കൊള്ളാം. അതിനു വേണ്ടിയാണ് നമ്മളവളെ തട്ടിക്കൊണ്ടുവന്നതെന്ന് പറയാലോ. ആ, അത് നല്ല ഐഡിയ. വാ. വിടോ, വിടാൻ. സാർ, വിശാൽ സാർ. പാർവതി, സാർ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? എന്നെ എന്തിനാ ഇവര് തട്ടിക്കൊണ്ടു വന്നേ? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സാർ. സാർ, അരവിന്ദൻ സാറിന് ആപത്താണെന്നറിഞ്ഞ് ഞാൻ ആശുപത്രിയിലോട്ട് പോവായിരുന്നു. അരവിന്ദനെ കുഴപ്പമൊന്നുമില്ല പാർവതി. അരവിന്ദന് ആപത്താണെന്നൊക്കെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാ. അതിന്റെ പുറകില് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. എന്നെ എന്തോ മണപ്പിച്ച് ബോധം കെടുത്തിട്ടാ അവരിങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും വ്യക്തമാവുന്നില്ല സാർ. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതായാലും തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സർ, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നമാവും. ശരി, നമുക്ക് പോവാം. പാർവതി, നീ എഴുന്നേക്ക. നമുക്കേ ഈ വിവരം അരവിന്ദനെ അറിയിക്കാം. നീ വാ, എഴുന്നേക്ക. എന്തായാലും ഡിസ്ലറിയുടെ രജിസ്ട്രേഷൻ വളരെ ഭംഗി
അത് തന്നെ നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും. എനിക്കങ്ങനെ ധൃതിയൊന്നുമില്ല. പക്ഷേ ബിസിനസ് വലുതാവുമ്പോ എനിക്ക് തരാന്ന് പറഞ്ഞ ആ ലാഭവിഹിതം മുടങ്ങാതെ ഇങ്ങ് കിട്ടിയാ മതി. നിനക്ക് ഞാൻ കണക്കിന് തരുന്നുണ്ടടി, നീ അതും പ്രതീക്ഷിച്ചോണ്ടിരുന്നോ? വാക്ക് പറഞ്ഞ വാക്കാണ് റിയ. നിനക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ഷെയർ നിനക്ക് തന്നെ കിട്ടിയിരിക്കും. പാർവതിയും വിശാലും കൂടി ഡിസ്റ്റിലറിക്ക് തടയിടാൻ നിന്നപ്പോ ഡിസ്റ്റിലറി ഓപ്പൺ ആക്കാൻ വേണ്ടി നീ എടുത്ത എഫേർട്ട് മറക്കാൻ പറ്റുമോ? അതെ, അത് പിന്നെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ലക്ഷ്യം കാണാതെ പിന്മാറുന്ന പ്രശ്നമില്ല റിയയ്ക്ക്. വിനയനത് നന്നായിട്ട് അറിയാലോ. അത് അറിയാവുന്നതുകൊണ്ടല്ലേ നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. ആ റിയ, ദേ നീ കൂടെ ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതെല്ലാം നേടിയെടുക്കണമെങ്കിൽ പാർവതി എന്ന ശല്യത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കണം. ഇന്ന് തന്നെ ആ ഗുണ്ടകളെ വെച്ച് അവളുടെ കഥ കഴിക്കാമായിരുന്നു. പക്ഷേ അത് ചിലപ്പോ നമുക്ക് തന്നെ കുരുക്കായി മാറും. അതുകൊണ്ടാ അവളെ കൊല്ലണമെന്ന് മനസ്സിൽ തോന്നിയിട്ടും ഞാനത് ഉപേക്ഷിച്ചത്. റിയ, അത് നന്നായെന്നേ ഞാൻ പറയും. ആ പാർവതിയെ തീർക്കുന്നത് അതീവ രഹസ്യമായിരിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ വേസ്റ്റായി തീരും. ഇപ്പൊ തന്നെ അവളെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിൽ നമ്മളാണെന്ന് അവളോ വിശാലോ ഒരിക്കലും അറിയാൻ പാടില്ല. അവനോ അവൾക്കോ അതിൽ യാതൊരു സംശയവും തോന്നാൻ പാടില്ല. ഇല്ല ആന്റി, അവളെ തട്ടിക്കൊണ്ടുപോയത് നമ്മൾ നടത്തിയ ഓപ്പറേഷനാണെന്ന് അവൾ ഒരിക്കലും അറിയില്ല. ഞാൻ ഏർപ്പെടുത്തിയ ഗുണ്ടകൾ ജീവൻ പോയാലും അത് പുറത്തു പറയില്ല. എങ്കിലേ ഒന്നും അറിയാത്തതുപോലെ നമുക്ക് കോളനിയിലേക്കൊന്ന് ചെന്നാലോ? അവരുടെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് തിരക്കണം. അന്നേരം അവര് പാർവതിയെ തട്ടിക്കൊണ്ടുപോയ കഥ അങ്ങ് പറയും. അത് കേട്ടിട്ട് നമുക്കതില് യാതൊരു പങ്കും ഇല്ലാത്ത രീതിയിൽ അങ്ങ് അഭിനയിച്ചേക്കണം. അത് കൊള്ളാം. എന്നാ വൈകിക്കണ്ട, കോളനി ചെന്ന് നമുക്കവരെ സുഖവിവരം അന്വേഷിച്ചിട്ട് വരാം. പല്ലവി, നിനക്ക് ഇപ്പോഴും ആഹാരം വേണ്ടെന്നാണോ നീ പറയുന്നത്? എനിക്ക് വേണ്ട. എടി, നീ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കല്ലേ? നീ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ നോക്ക്. നീ എന്താ വല്ല വ്രതത്തിലുമാണോ? അല്ല. പിന്നെ പിന്നെ എന്തിനാ നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ? ഞാൻ ഡയറ്റില. ഡയറ്റോ? ഇങ്ങനെ ഒന്നും കഴിക്കാതെയാണോ ഡയറ്റ് നോക്കുന്നേ? ഞാൻ ഇനി എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. ലഘുവായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. കൊള്ളാം. ഇതേപോലെ എന്നും പട്ടിണി കിടന്നാലേ പ്രസവ സമയത്ത് നിനക്ക് തീരെ ആരോഗ്യം ഉണ്ടാവില്ല. അന്നേരം നീ കിടന്ന് ചക്രശ്വാസം വലിക്കും. വെറുതെ എന്തിനാ മോളെ പൊല്ലാപ്പ് വിളിച്ചു വരുത്തുന്നേ? അല്ല, ഇപ്പൊ നിനക്ക് ഡയറ്റ് എടുക്കേണ്ട ആവശ്യം എന്താ? ആവശ്യമുണ്ട്. ഞാനൊരു കോടീശ്വരന്റെ ഭാര്യ. കോടീശ്വരന്റെ ഭാര്യമാരെ എപ്പോഴും മെലിഞ്ഞ് സ്മാർട്ടായിട്ടിരിക്കണം. എന്നിട്ടെന്താ? സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയും ചെയ്യരുത്. ചെറിയ ചെറിയ പണികൾക്ക് പോലും നമ്മൾ ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യണം.